സഹിക്കാനാകാത്ത ചൂടാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം ചൂട് കാരണം ഇന്ത്യയുടെ യൂണിയൻ മിനിസ്റ്റർ നിതിൻ ഗഡ്കരി പോലും ബോധരഹിതനായി വീണിട്ടുണ്ടായിരുന്നു. മാത്രവുമല്ല, ചൂട് കാരണം ഇന്ത്യയിൽ ഒട്ടനവധി ജീവജാലങ്ങൾ ഇന്ന് വംശനാശത്തിൻ്റെ വക്കിലാണ്. മാനവരാശി കണ്ടതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിനെല്ലാം കാരണം? ഇതിനെ മറികടക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? എല്ലാത്തിനും കാരണം എൽ നിനോ എന്ന പ്രതിഭാസമാണോ? വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. എന്തൊരു ചൂടാണല്ലേ! വീട്ടിനകത്ത് നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതും വീട്ടിനകത്ത് ഇപ്പോൾ എല്ലാവരും ഒരുപോലെ AC ഒക്കെ ഇട്ട് തണുപ്പും കൊണ്ടങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. AC ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോലും നമ്മൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മൾ ദുബായിലൊക്കെ ചൂടിനെ കുറിച്ച് പറയാറുണ്ട്. പുറത്തേക്ക് ഇറങ്ങാനേ കഴിയില്ല, AC ഇല്ലാണ്ട് നടക്കില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ ഒരു അവസ്ഥയിലൊക്കെയാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ AC സംവിധാനങ്ങൾ, സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. അതും 10% വരുന്ന ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ഒക്കെ തന്നെയും അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി വരുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഇത്തരത്തിൽ AC പോലുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഈ കൊടും ചൂടിൽ തന്നെയാണ് ആളുകളൊക്കെ തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് ഇത്തരത്തിൽ നല്ല രീതിയിൽ ചൂടുള്ള സമയത്ത് ചിലപ്പോഴൊക്കെ തന്നെയും വൈദ്യുതി കട്ടാവുന്നുണ്ട്, വോൾട്ടേജിൽ ഫ്ലക്ച്വേഷൻസ് വരുന്നുണ്ട്, കറണ്ട് പൂർണ്ണമായിട്ടും പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലൊക്കെ നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ. എന്തൊക്കെ തന്നെ ആയാലും ഇവിടെ നമ്മൾ ഓരോ ശരാശരി മനുഷ്യനും എത്രത്തോളം താപനില സഹിക്കാൻ കഴിയും, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ശരാശരി താപനില ലിമിറ്റിനെ കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ 10 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യർക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള നല്ലൊരു താപനില എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയിലേക്ക് നോക്കുമ്പോൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ടുള്ള താപനില എന്ന് പറയുന്നത് കേരളത്തിലെ പല ജില്ലകളിലും 36 ഡിഗ്രി സെൽഷ്യസ്, 37 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ്. അതിൽ തന്നെ ഇനി പാലക്കാട്, കൊല്ലം, തൃശ്ശൂർ ജില്ലകളിലേക്ക് നോക്കുമ്പോൾ അവിടെ 40, 39, 41.5 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ് താപനില അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു കൊടും ചൂടിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നതെന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. ഇതിൻ്റെ ഒരു അനന്തരഫലം എന്നോണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറെക്കുറെ 136ഓളം വരുന്ന ജീവജാലങ്ങൾ ഇന്ന് വംശനാശത്തിൻ്റെ വക്കിലാണ്. ചൂട് തന്നെയാണ് പ്രധാനമായിട്ടുള്ള കാരണം. അതുപോലെ തന്നെ പലയിടങ്ങളിലും ഒട്ടനവധി ജീവജാലങ്ങൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ 2 മനുഷ്യർ സൂര്യാഘാതം ഏറ്റുകൊണ്ട് കേരളത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതും ഈ കൊടും ചൂടിൽ ഇലക്ഷനൊക്കെ പോയിട്ടുണ്ടായിരുന്ന ആളുകളിൽ ഏറെക്കുറെ 8ഓളം വരുന്ന ആളുകൾ മരണമടഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തമിഴ്നാട്ടിൽ ഇതിനോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള ചൂട് കാരണം ഏറെക്കുറെ 45 വയസ്സ് പ്രായമുള്ള ഒരു ആന ചെരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം പ്രശ്നങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആടുമാടുകളുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു കൊടും ചൂട് കാരണം ആടുമാടുകളിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന പാലിൻ്റെ അളവിൽ ഏറെക്കുറെ 30,000 ലിറ്റേഴ്സ് കുറവാണ് നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെയൊക്കെ തന്നെയും നമുക്കിനി എന്താണ് ചെയ്യാൻ സാധിക്കുക? ഈ ചൂടിനെ അതിജീവിക്കാൻ വേണ്ടി വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്, നമ്മൾ ചെയ്യേണ്ടതെന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ തന്നെ കേരള ഗവൺമെൻറ് ഒരു ഹീറ്റ് അഡ്വൈസറി പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് അത്തരത്തിലൊരു ഹീറ്റ് അഡ്വൈസറി പുറത്തിറക്കുന്ന ഒരു സംസ്ഥാനം കൂടിയായിരുന്നു നമ്മുടെ കേരളം. അതിൽ പ്രധാനമായിട്ടും വിശദീകരിക്കുന്ന കാര്യം, ഒന്നാമതായിട്ട് നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ തന്നെ മാക്സിമം ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക എന്നുള്ള കാര്യമാണ്. അതായത് ദാഹമില്ല എന്ന് തോന്നുന്ന അവസരങ്ങളിൽ പോലും കൂടുതലായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക, മാക്സിമം നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റ് ആക്കി വെക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് അവിടെ നമ്മൾ ചെയ്യേണ്ട പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇറുകിയ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾക്ക് പകരം കുറച്ച് ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം വരുന്നത് ശക്തമായിട്ട് ചൂട് അനുഭവപ്പെടുന്ന നട്ടുച്ച സമയത്തൊക്കെ തന്നെയും കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്യാതിരിക്കുക, അതിന് ചെറിയൊരു ബ്രേക്ക് എടുക്കുക എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സ്കൂളുകളിൽ ഒരു വാട്ടർ ബെൽ സംവിധാനം കൂടെ ഈ ഒരു അഡ്വൈസറിയുടെ ഭാഗമായിട്ട് കേരള ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കുട്ടികളെ വെള്ളം കുടിക്കാൻ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ബെല്ലടിക്കുന്ന ഒരു സംവിധാനമായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും നമ്മളിപ്പോൾ മാധ്യമങ്ങളൊക്കെ തന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നത് ശക്തമായിട്ടുള്ള ഉഷ്ണ തരംഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാടും തൊട്ടടുത്തുള്ള ജില്ലകളിലൊക്കെ തന്നെയും ശക്തമായിട്ടുള്ള ഹീറ്റ് വേവ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഏറ്റവും വലിയ ചോദ്യം ഒന്നാമതായിട്ട് വരുന്നത്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഹീറ്റ് വേവ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ചൂട് നമുക്ക് അനുഭവപ്പെടുന്നത്? അതുപോലെ മാനവരാശിയിലെ ഏറ്റവും ചൂടേറിയ കാലഘട്ടമായിട്ട് ഇത് മാറാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. അതിന് മറുപടികൾ പറയുന്നതിന് മുമ്പ് എന്താണ് ഈ ഒരു ഉഷ്ണതരംഗം അല്ലെങ്കിൽ ഹീറ്റ് വേവ് എന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ചെറുതായിട്ട് വളരെ ചുരുക്കി എന്ന് പറയാം. ഈ മലമ്പ്രദേശങ്ങളിലൊക്കെ തന്നെയും 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലും അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയകളിൽ 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിലും താപനില വരികയാണെങ്കിൽ അവിടെ നമുക്കൊരു ഹീറ്റ് വേവ് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയാം. അതുപോലെ
അതേപോലെ തന്നെ ഇനി മറ്റു പ്രദേശങ്ങളിലെ കാര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ കോമൺലി തന്നെ നോക്കുകയാണെങ്കിൽ സാധാരണ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന താപനിലയിൽ നിന്നും ഏറെക്കുറെ 3 ഡിഗ്രി സെൽഷ്യസ് കൂടുതലായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവിടെയും നമ്മളൊരു ഹീറ്റ് വേവ് ഉണ്ട് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പാലക്കാട്, തൃശ്ശൂർ, കൊല്ലം ജില്ലകളിലൊക്കെ തന്നെയും 40, 41, 41.5 ഡിഗ്രി സെൽഷ്യസിലേക്കൊക്കെയാണ് താപനില എത്തിയിട്ടുള്ളത്. അതിനാലൊക്കെ തന്നെയാണ് ഈ ഒരു മേഖലയിൽ ഹീറ്റ് വേവ് ഉണ്ട് അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഉഷ്ണതരംഗമുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നത്. ഇനി ഇതിൻ്റെ കാരണങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് തന്നെയാണ്, ആഗോള താപനം തന്നെയാണ്. അതിനും തന്നെ വ്യത്യസ്ത തരത്തിലുള്ള കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് നമ്മളൊക്കെ അതിനുള്ള കാരണക്കാരാണ്. നമ്മുടെ ഫോസിൽ ഫ്യൂൽ കത്തിക്കുന്നത് കാരണമായിട്ടുണ്ടാകുന്ന പുക വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കാർബൺ എമിഷൻ, അതുപോലെ ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ എമിഷൻ, ഡീഫോറസ്റ്റേഷൻ അഥവാ മരങ്ങൾ വെട്ടി നശിപ്പിക്കുക, എല്ലാം കൊണ്ട് നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങിലേക്ക് നയിക്കുന്നത് എന്ന് തീർത്തും നമുക്ക് അവിടെ പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില ജിയോളജിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചേരുമ്പോൾ വലിയൊരു വേഴ്സ് സിനാരിയോയിലേക്ക്, വേഴ്സ് സിറ്റുവേഷനിലേക്ക് നമ്മൾ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയും എത്തിച്ചേരാണ്. അതുപോലെ തന്നെ ഇനി രണ്ടാമത്തെ മെയിൻ വിഷയം എന്ന് പറയുന്നത് ഇത്രത്തോളം ചൂട് കൂടാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് അത് എൽനിനോയാണ്. എന്താണ് ഈ ഒരു എൽനിനോ? അത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കാൻ പോകുന്നത്? 2024 എൽനിനോ കാരണം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും 10 മാസങ്ങൾക്ക് മുമ്പേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. 2023 അവസാനത്തോടു കൂടി തന്നെ എൽനിനോ ശക്തി പ്രാപിക്കുമെന്നും 2024 വലിയ തോതിൽ തന്നെ ചൂട് വർദ്ധിക്കുമെന്നൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷകർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നത്. ഏറെക്കുറെ 60% മാത്രമേ അതിനുള്ള സാധ്യതകൾ അവർ നമ്മൾ ഏറെക്കുറെ 10 മാസങ്ങൾക്ക് മുമ്പ് 2023 ജൂൺ മാസത്തിൽ തന്നെ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീഡിയോയിൽ നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്താണ് എൽനിനോ എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് ഓൾറെഡി നമ്മൾ വിശദമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ അഫ്ലു എൽനിനോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. വിശദമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി വളരെ ചുരുക്കിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ പസഫിക് സമുദ്രത്തിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് പസഫിക് പൂൾ എന്ന് പറയുന്നത്. അതായത് കിഴക്ക് ഭാഗത്ത് നിന്നും പ്രത്യേകിച്ച് സൗത്ത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചൂട് കൂടിയിട്ടുള്ള കടൽ ജലം വാണിജ്യ കാറ്റുകളുടെ സഹായത്തോടു കൂടെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക്, പ്രത്യേകിച്ച് ഏഷ്യയുടെയും ഓസ്ട്രേലിയയുടെയും ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതായിരിക്കും. അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതായിരിക്കും. അത് കാരണമായിട്ട് ഈ ഒരു ഓസ്ട്രേലിയ, ഏഷ്യ ഭാഗങ്ങൾ, അതായത് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മേഖലകളിലേക്ക് ശക്തമായിട്ടുള്ള നീരാവി രൂപപ്പെടുകയും മൺസൂണിന് പോലും അത് കാരണമാവുകയും നമുക്കൊക്കെ തന്നെ നല്ല സുലഭമായിട്ടുള്ള മഴ ലഭിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് നടക്കുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ എൽനിനോ എന്ന് വിളിക്കുന്നത്. അതായത് ഈ വാണിജ്യ കാറ്റുകളാണ് പ്രധാനമായിട്ടും കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ചൂടേറിയിട്ടുള്ള കടൽ ജലത്തിൻ്റെ മൂവ്മെൻറ്റ് സാധ്യമാക്കുന്നത്. പക്ഷേ വാണിജ്യ കാറ്റിന് വലിയ തോതിൽ തന്നെ ശക്തി കുറയുമ്പോൾ ഈ മൂവ്മെൻറ്റ് അവിടെ നടക്കാതെ വരികയും സൗത്ത് അമേരിക്കയുടെ ഭാഗത്ത് ശക്തമായിട്ടുള്ള നീരാവി രൂപപ്പെടുകയും മേഘങ്ങൾ രൂപപ്പെടുകയും ആ മേഖലയിൽ ശക്തമായ മഴക്ക് അത് കാരണമാകുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതേ സമയം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട മഴയാണ് നേരെ ഈ ഒരു സൗത്ത് അമേരിക്കൻ ഭാഗത്ത് ശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനാലൊക്കെ തന്നെയും നമുക്ക് വലിയ തോതിൽ തന്നെ ഏഷ്യൻ മേഖലയിൽ, ഓസ്ട്രേലിയൻ മേഖലയിൽ വലിയ തോതിൽ തന്നെ ചൂട് കൂടുന്നതായിരിക്കും, വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്നതായിരിക്കും, മഴ വലിയ തോതിൽ തന്നെ കുറയുന്നതായിരിക്കും, വരൾച്ച പോലും അനുഭവപ്പെടുന്നതായിരിക്കും. ഇതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമുക്കിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു എൽനിനോ എന്ന് പറയുന്ന പ്രതിഭാസം ഏതെങ്കിലും 1-2 മേഖലകളിൽ മാത്രം നടക്കുന്നതല്ല, ഗ്ലോബലി എല്ലാ രാജ്യങ്ങളെയും അല്ലെങ്കിൽ എല്ലാ മേഖലകളെയും എല്ലാ പ്രദേശങ്ങളെയും ഒരുപോലെ തന്നെ ബാധിക്കുന്നുണ്ട്. ഈ ഒരു എൽനിനോ കാരണമായിട്ട് യൂറോപ്യൻ റീജിയനിലൊക്കെ ശക്തമായിട്ടുള്ള കാലം തെറ്റിയ മഴക്കും ശക്തമായ ചുഴലിക്കാറ്റിനും ഒക്കെ തന്നെ കാരണമാകുന്നുണ്ട്. മാത്രമല്ല നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ദുബായ് പൂർണ്ണമായിട്ടും വെള്ളം പൊങ്ങി വെള്ളത്തിനടിയിലായിട്ടുള്ളത്, ശക്തമായിട്ടുള്ള മഴക്കും വെള്ളപ്പൊക്കത്തിനുമൊക്കെ UAE എന്ന് പറയുന്ന രാജ്യം വിധേയമായിട്ടുള്ളത്. ഇതൊക്കെ തന്നെയും ഈ ഒരു എൽനിനോയുടെ ആഫ്റ്റർ എഫക്ട്സ് ആണ് എന്ന് വളരെ ചുരുക്കി തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കൂടുതലായിട്ട് എൽനിനോയെ കുറിച്ച് അറിയണമെങ്കിൽ അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഞാൻ ഒന്നുകിൽ ഐ കാർഡിൽ കൊടുക്കാം, അതല്ലെങ്കിൽ അഫ്ലു എൽനിനോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ സ്റ്റോടെ വൈൻഡപ്പിയാണ്. വളരെ കൃത്യമായിട്ട് എന്തുകൊണ്ട് സംഭവിക്കുന്നു, നമ്മളവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു ഐഡിയ ലഭിച്ചുവാണെന്ന് വിചാരിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താങ്കൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ എത്രയാണ് താപനില എന്ന കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും താങ്കൾ രേഖപ്പെടുത്താം. അത് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ വെതർ ആപ്പൊക്കെ ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ച് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ നോക്കുന്ന അവസരത്തിൽ ഇവിടുത്തെ താപനില എന്ന് പറയുന്നത് 36 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ മുന്നേ പറഞ്ഞ മനുഷ്യർക്ക് താങ്ങാൻ കഴിയുന്ന ലിമിറ്റിനേക്കാൾ 1 ഡിഗ്രി സെൽഷ്യസ് കൂടിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഇവിടുത്തെ താപനില. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ പ്രദേശത്തെ താപനില തീർച്ചയായിട്ടും താപനില രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുകിട്ടാവുന്ന പ്രതീക്ഷയോടെ ബൈ.